അവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിലെ നായകനായ പ്രേമാനന്ദന് ആ നായികയോട് പ്രേമമാണ്. ഇനി ഈ പ്രേമാനന്ദന്റെ കാര്യം പറയുകയാണെങ്കിൽ മഹാ കഷ്ടമാണ്. ഇതുപോലെ ഒരു ഊക്കുവണ്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വന്നവരും പോയവരും വരെ ഊക്കിവിടും. ഇവരൊക്കെ സിനിമ കാണാൻ തിയേറ്ററിൽ 4-7 പേരെ. സ്വന്തം സിനിമയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഈ ഫൈറ്റ് പ്ലാൻ ചെയ്തത് ഡയറക്ടർ ഊക്കിവിടും. ആദ്യം നിനക്ക് പറഞ്ഞിട്ടുള്ളത് മര്യാദയ്ക്ക് ചെയ്ത് പഠി. ഇനിയിപ്പോൾ ഒപ്പം അഭിനയിക്കുന്നവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് ശബ്ദം ഉയർത്തിയാലോ? ഫുൾ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ ആരെ കൊണ്ട് പറ്റില്ല. എല്ലാവരും വട്ടം കൂടി നിന്ന് ഊക്കിവിടും. ഇടോ താൻ ഓഡിയോക്കില്ല ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരുടെ കോൺഫിഡൻസ് കളയുന്നതിനാ. അങ്ങനെ നിരവധി ഊക്കുകൾ. ക്യാമറ ഇവിടെ താഴെ വെച്ചെടുത്ത ആളെ അറിയില്ല. ക്യാമറ എവിടെ വെക്കണം എന്ന് നീ പഠിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനൂപണ്ണൻ മുന്നത്തെ പടത്തിന്റെ അതേ ടീമിനെ വെച്ച് മറ്റൊരു പടം പ്ലാൻ ആക്കുന്നത്. ആ പടത്തിന്റെ പേരാണ് ഹീറോ. അങ്ങനെ പ്രേമാനന്ദനെ നായകനാക്കി ആ പടത്തിന്റെ ഷൂട്ടിംഗും തുടങ്ങും. പക്ഷേ ഗൈസ്, ഷൂട്ടിംഗിന് വന്ന ഈഗോ കയറിയ പ്രേമാനന്ദൻ പറയും, എന്റെ പ്രേമം തകർത്ത ടാർസൻ ആന്റണി ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കൂലെന്ന്. അത് കേട്ടതും പ്രേമാനന്ദൻ ഊക്കാൻ വേണ്ടി മറ്റൊരു അവസരം കൂടി കിട്ടിയ സന്തോഷത്തിൽ അനൂപണ്ണൻ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഊക്കൽ നടത്തുകയാണ്. ആന്റണി ഉണ്ടല്ലേ, നീ എന്റെ സിനിമയിൽ അഭിനയിക്കില്ല? ഇല്ല, ഈ സിനിമയില് നീ വേണ്ട. അതും കൂടി ആയപ്പോൾ ഈ ഊക്കുവണ്ടി ആയിട്ടുള്ള ജീവിതം മടുത്തു എന്നും പറഞ്ഞ് പ്രേമാനന്ദൻ അവിടെ നിന്ന് ഇറങ്ങി പോകും.